ലാൽജു സംവിധാനം ചെയ്ത പട്ടാളം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ടെസ ജോസഫ് മലയാളിയുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയിരുന്നു. നടി ആവുന്നതിന് മുൻപേ അവതാരക എന്ന നിലയിൽ ടെസ ശ്രദ്ധേയയായിരുന്നു. കൈരളി ടിവിയിലെ ഹലോ ഗുഡ് ഈവനിംഗ് എന്ന ജനപ്രിയ TV ഷോയുടെ അവതാരകയായിരുന്നപ്പോഴാണ് ലാൽ ജോസ് ടെസയെ പട്ടാളത്തിലേക്ക് വിളിക്കുന്നത്. TV ഷോകളിലും TV പരസ്യങ്ങളിലും സജീവമായിരുന്നെങ്കിലും ടെസ ആദ്യ ചിത്രത്തിനു ശേഷം സിനിമയിൽ നിന്ന് ഇടവേളെടുത്തു. 2015 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഞാൻ സംവിധാനം ചെയ്യുന്നു എന്ന സിനിമയിൽ ഒരു പത്രപ്രവർത്തകയുടെ വേഷം ചെയ്തുകൊണ്ട് അവർ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തി. രാജമ്മ അറ്റ് യാഹൂ എന്ന ചിത്രത്തിൽ രാജമ്മ എന്ന കഥാപാത്രം ശ്രദ്ധേയമായിരുന്നു. ഏറ്റവും പുതിയ ചിത്രം തലവനാണ്. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് ടെസ. കുഞ്ചാക്കോ ബോബനെക്കുറിച്ചും മഞ്ജു വാര്യരെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അവതാരകയായിരുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സെലിബ്രിറ്റിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് കുഞ്ചാക്കോ ബോബനെക്കുറിച്ച് ടെസ ജോസഫ് പറയുന്നത്. ചാക്കോച്ചനെ ഇന്റർവ്യൂ ചെയ്യാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് ടെസ പറഞ്ഞത്. തലവൻ സിനിമയുടെ 65 ഡേയ്സ് സക്സസ് സെലിബ്രേഷൻ തനിക്ക് മൊമന്റോ തന്നത് ചാക്കോച്ചനായിരുന്നുവെന്നും ടെസ പറയുന്നു. ഭയങ്കര ഹാപ്പിയായി എന്ന് ടെസ പറയുന്നുണ്ട്. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ക്രഷായിരുന്നു ചാക്കോച്ചൻ. എന്നും ചാക്കോച്ചന്റെ ഒരു വ്യത്യസ്ത പേഴ്സണാലിറ്റിയാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടറായിരുന്നു. കാഷ്വലാണ് ടെസ പറയുന്നു. മഞ്ജു വാര്യർ ഇന്റർവ്യൂ ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും ടെസ പറയുന്നു. എന്തുകൊണ്ടാണ് മഞ്ജുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന ചോദ്യത്തിന് ഇത്രയും ക്യൂട്ടായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള സുന്ദരിയായ മഞ്ജുവിനെ ആർക്കാണ് ഇഷ്ടമല്ലാതിരിക്കുക എന്നും ടെസ പറയുന്നു. മഞ്ജു വാര്യരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തു ചോദ്യമാണ് ചോദിക്കുക എന്ന ചോദ്യത്തിന് മഞ്ജുവിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തയ്യാറായി മാത്രമേ ചോദിക്കൂ, ടപ്പ് ടപ്പ് എന്ന് ചോദിക്കില്ലെന്നും താരം പറയുന്നു. ഒരു ചോദ്യം ഇങ്ങനെയാണ്: എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിരിക്കുന്നത് എന്നാണെന്നും ടെസ പറയുന്നു. ഈ ചോദ്യം എങ്ങാനും മഞ്ജുവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടാലെന്ന് തമാശയായി ടെസ പറയുന്നുണ്ട്. മഞ്ജുവിന്റെ ചിരിയൊക്കെ എന്ത് രസ! മഞ്ജുവിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ നമ്മളും അറിയാതെ ചിരിച്ചു പോകില്ലേ എന്നും ടെസ ചോദിക്കുന്നു.